നിങ്ങളെ ആരും വിലമതിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ കഥയൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഒരിക്കലൊരു മകൻ തന്റെ അച്ഛനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിന്റെ വില എന്താണ്? അച്ഛൻ അതിന് ഉത്തരം പ്രത്യേകമായിട്ടൊന്നും തന്നെ പറഞ്ഞില്ല. പകരം ഒരു തിളക്കമുള്ളൊരു കല്ല് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കല്ലുമായി 3 സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കണം. ആളുകളുടെ ചോദ്യങ്ങൾക്ക് നീ മറുപടിയൊന്നും പറയാൻ നിൽക്കരുത്. പകരം ആര് ഈ കല്ലിന്റെ വില ചോദിച്ചാലും കൈകൊണ്ട് 2 എന്ന മുദ്ര കാണിച്ചാൽ മതി എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആദ്യം ചെന്നത് ഒരു ചന്തയിലാണ്. ചന്തയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമായ സ്ത്രീ ഈ കുട്ടിയോട് വന്ന് ചോദിച്ചു, കല്ലിന്റെ വില എത്രയാണ്? അപ്പോൾ കുട്ടി ആംഗ്യം കാണിച്ചു 2. ആ സ്ത്രീ ആ കുട്ടിയോട് ചോദിച്ചു, 2 രൂപയോ? മറുപടി ഒന്നും കൊടുക്കാൻ നിന്നില്ല. ശേഷം ആ കുട്ടി ആ കല്ലുമായി പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൽ ചെന്നപ്പോൾ കാഴ്ചക്കാരനായി വന്ന ഒരാൾ ചോദിച്ചു, എത്രയാണ് ഈ കല്ലിന്റെ വില? 2 എന്ന മുദ്ര മാത്രമാണ് കാണിച്ചത്. ഉത്തരമായി ഒന്നും തന്നെ സംസാരിച്ചില്ല. ഈ ആംഗ്യം കണ്ട ആ സന്ദർശകൻ 2 ലക്ഷം രൂപയോ എന്ന ചോദ്യവുമായി അയാൾ കടന്നുപോയി. പിന്നീട് ആ കുട്ടി ചെന്നത് രത്നങ്ങൾ വ്യാപാരം നടത്തുന്നവരുടെ കൂട്ടത്തിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാപാരികൾ ഈ കല്ലിന്റെ വില ചോദിക്കും. അങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി പതിവ് പോലെ തന്നെ ആംഗ്യം കാണിച്ചു 2 കോടിയോ? വളരെ വിലപിടിപ്പുള്ള ഒരു കല്ല് തന്നെയാണിത്. എന്തായാലും ആ 2 കോടി ഞാൻ തരാം, ആ കല്ല് എനിക്ക് തരൂ. ഇങ്ങനെ പറഞ്ഞൊരു വ്യാപാരി അടുത്തേക്ക് വന്നു. ഈ 3 സ്ഥലത്തു നിന്നും കുട്ടിക്ക് ഉണ്ടായ അനുഭവം അച്ഛന്റെ അടുത്ത് ചെന്ന് കുട്ടി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഇതുപോലെയാണ് നിന്റെ ജീവിതത്തിന്റെ വിലയും തീരുമാനിക്കുന്നത്. നിന്നെ വെറും കല്ലായി കാണുന്നവരുടെ ഇടയിൽ ജീവിക്കണമോ, നിനക്ക് രത്നത്തിന്റെ വില കൽപ്പിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ ഈ കഥയിൽ നിന്നും നമുക്കെന്താണ് ജീവിതത്തിലേക്ക് പകർത്താനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ സ്നേഹിക്കുന്നവരുടെയും നമുക്ക് വില കൽപ്പിക്കുന്നവരുടെയും ഇടയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അവരുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ.